നിയമങ്ങളുടെ തണലിലും പെൺജീവിതങ്ങൾ തെരുവിൽ അനാഥമാക്കപ്പെടുമ്പോൾ പ്രബുദ്ധ കേരളത്തിൻ്റെ മനസാക്ഷിയെ പാടെ ഉലയ്ക്കുകയാണ്. ചാവക്കാട് ഇടക്കഴിയൂരിൽ നിന്നുള്ള ഈ കാഴ്ച ഡോക്ടർ ആയിഷ മുഹമ്മദ് പഠിച്ച് ഡോക്ടറായിട്ടും 100 പവൻ സ്വർണവും ലക്ഷക്കണക്കിന് രൂപയും നൽകി വിവാഹം കഴിച്ചയച്ചിട്ടും 13 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ തനിക്കേറ്റ പീഡനങ്ങൾക്കെതിരെ ഈ യുവതിക്ക് സ്വന്തം ഭർത്തൃവീടിന് മുന്നിൽ സമരം ചെയ്ത് കിടക്കേണ്ടി വരുന്നത് എന്തു ദുരന്തമാണ്. നിയമപരമായി വിവാഹമോചനം നേടാതെ 10 വയസ്സുള്ള സ്വന്തം കുഞ്ഞിൻ്റെ ചെലവിന് പോലും ഒരു രൂപം നൽകാതെ കോടതിയിൽ കേസ് നിലനിൽക്കെ ഭർത്താവ് ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ് രണ്ടാമത് വിവാഹം കഴിച്ചിരിക്കുന്നു. ആ അനാചാരത്തിന് കുടപിടിക്കുവാൻ ആദ്യ ഭാര്യയുടെ അനുമതിയോ സാക്ഷ്യപത്രമോ ഇല്ലാതെ മറ്റൊരു മഹൽ കമ്മിറ്റി കൂട്ടുനിൽക്കുകയും ചെയ്തു. പരാതിയുമായി ചെന്നപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് കൈ കഴുകിയ മഹല്ലെ ഭാരവാഹികളുടെ നിലപാട് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ സ്ത്രീകൾ നേരിടുന്ന നിസ്സഹായ അവസ്ഥയുടെ നേർചിത്രമാണ്. മതത്തിന്റെ കവചവും ലൂപ്പ് ഹോളുകളും ഉപയോഗിച്ച് തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന ഇത്തരക്കാർക്ക് മുന്നിൽ അന്ധമായ മതാധിഷ്ഠിത ചിന്തകൾ മാറ്റിവെച്ച് മനുഷ്യത്വപരമായ നിലപാടുകളിലേക്ക് സമൂഹം മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സ്വന്തം സ്വാർത്ഥതയ്ക്കായി മതനിയമങ്ങളെയും വ്യവസ്ഥിതികളെയും ദുരുപയോഗം ചെയ്യുന്ന ഇത്തരക്കാരെ സമൂഹത്തിനും നിന്ന് ബഹിഷ്കരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ്. കോടതി ഉത്തരവ് കയ്യിലുണ്ടായിട്ടും കുടിവെള്ളവും വൈദ്യുതിയോ തടഞ്ഞ് ഗേറ്റ് പൂട്ടി പുറത്തുപോയ ഭർത്തൃവീട്ടുകാരുടെ അനീതിക്ക് മുന്നിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ സഹായം ലഭിക്കുന്നില്ലെന്ന ആരോപണം ഇത് കൂടുതൽ വഷളാക്കുന്നു. പണവും സ്വാധീനമുണ്ടെങ്കിൽ ഏത് അനീതിയും കാട്ടാമെന്ന ധാർഷ്ട്യത്തിനെതിരെയുള്ള പോരാട്ടമാണിത്. ഭർത്താവിൽ നിന്ന് നിയമപരമായ വിവാഹമോചനവും അർഹമായ നഷ്ടപരിഹാരവും മക്കളുടെ സംരക്ഷണവും ആവശ്യപ്പെട്ട ആയിഷ നടത്തുന്ന ഈ ഏകാന്ത സമരം കേവലം ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് വ്യവസ്ഥിതികളുടെ തണലിൽ ആണുങ്ങൾക്ക് എന്തുമാകാം എന്ന അവസ്ഥയിൽ നിന്ന് ഇരയാക്കപ്പെടുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ അതിജീവന പോരാട്ടമാണ്. ഈ നീതി നിഷേധത്തിനെതിരെ നമ്മുടെ നിയമവും സമൂഹവും ഇനിയെങ്കിലും കണ്ണ് തുറന്നേ മതിയാകൂ.